നമസ്കാരം. അക്കൂസ് കിച്ചൻ ഡെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കളയിൽ വേവുന്നത് വെറുമൊരു കറിയല്ല, മധുരമുള്ള കുറേ ഓർമ്മകളാണ്. ചുട്ടുപഴുത്ത മൺചട്ടിയിലേക്ക് സ്വർണ്ണ നിറമുള്ള മാമ്പഴങ്ങൾ ഓരോന്നായി ഇറക്കി വെക്കുമ്പോൾ ആ പഴയ തറവാട്ടിലെ മാവിൻ ചുവട്ടിലേക്ക് മനസ്സോടിപ്പോകും. അല്പം മഞ്ഞളും എരിവിനായി മുളകുപൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരിത്തിരി വെള്ളത്തിൽ ആ മാമ്പഴങ്ങളെ മെല്ലെ വേവിക്കാൻ വെക്കാം. മാമ്പഴം വെന്തു വരുമ്പോൾ ആ പുളിയെ ഒന്ന് മെരുക്കാൻ ഒരു കഷ്ണം ശർക്കരയോ അല്പം പഞ്ചസാരയോ ചേർക്കാം. എരിവിനായി പച്ചമുളകും. മധുരവും പുളിയും എരിവും തമ്മിലുള്ള ആ ഒരു ചേർച്ച അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അടുത്തതായി ജീരകവും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തരച്ച തേങ്ങയും നല്ല കട്ട തൈരും ആ കൂട്ടിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. തൈര് പിരിഞ്ഞു പോകാതെ ഒരു താരാട്ട് പോലെ പതുക്കെ ഇളക്കി കൊടുക്കണം. ആ ചട്ടിയിൽ മാമ്പഴങ്ങൾ തൈരിൻ്റെ വെള്ളപ്പുതപ്പിനുള്ളിൽ മഞ്ഞ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കും. ഒടുവിൽ നെയ്യിൻ്റെയും വെളിച്ചെണ്ണയുടെയും സുഗന്ധത്തിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തിടുമ്പോൾ അടുക്കളയാകെ ആ മണം പടരും. ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി തൂകിയാൽ നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി തയ്യാർ. നമ്മുടെ ഈ ചെറിയ രുചിക്കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു കഥയുമായി ഞാൻ